എല്ലാവർക്കും പറയാനൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പറയാൻ ഒരു തടസ്സമാണ്. അപ്പൊ ഇത് തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങളിത് വളരെ കാര്യമായിട്ട് തന്നെ എടുക്കണം. കാരണം ബേബി ഫ്രൂട്ട്സിന്റെ അകത്ത് ധാരാളം ഹിഡൻ ഷുഗർ ആണ് ആഡ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, മുലപ്പാലാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ നിർബന്ധിക്കുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കൊടുക്കാവൂ. 6 മാസം വരെ ഒരു കാരണവശാലും കുട്ടികൾക്ക് മുലപ്പാലല്ലാതെ വേറൊന്നും കൊടുക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പല ഡോക്ടേഴ്സും സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്. WHO നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മാതാപിതാക്കളെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബേബി ഫുഡ് കമ്പനികളിൽ ഒന്നായ നെസ്ലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കർശനമായി പാലിക്കുന്ന സുരക്ഷാ നിയമങ്ങൾ ഇന്ത്യയിൽ പാലിക്കുന്നില്ല. ഇത് ലോക മാധ്യമങ്ങളായിട്ടുള്ള BBC, അതുപോലെ റോയിട്ടേഴ്സ്, ഗാർഡിയൻ പോലുള്ള എല്ലാ പത്രമാധ്യമങ്ങളിലും ഇത് വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇത് വലിയൊരു വാർത്തയായിട്ട് വരുന്നില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ ഒട്ടും വരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന അറിയോ? കാരണം നെസ്ലെ ഇന്ത്യയിലെ പല ന്യൂസ് ചാനലുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും അതുപോലെ തന്നെ പബ്ലിക് ഈവന്റുകൾക്കും വലിയ തോതിൽ പരസ്യം നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പരസ്യ വരുമാനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത്രമാത്രം പഞ്ചസാരയാണ് ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഇറക്കുന്നത്. അപ്പോൾ അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളായിട്ടുള്ള USA, UK, ഓസ്ട്രേലിയ, കാനഡ, ജപ്പാൻ, ഇവിടെയൊക്കെ ഈ ഇൻഫന്റ് ഫോർമുലയിൽ പഞ്ചസാര ചേർക്കുന്നത് കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിലക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരത് ആഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ അതേ കമ്പനി കുഞ്ഞുങ്ങൾക്ക് ഇറക്കുന്ന പാൽപ്പൊടിയിൽ ധാരാളം പഞ്ചസാര ചേർത്താണ് ഇറങ്ങുന്നത്. തേൻ പോലും അവർ ആഡ് ചെയ്യുന്നുണ്ട്. തേന് കൊച്ചുകുട്ടികൾക്ക് 1 വയസ്സിന്റെ താഴെയുള്ളവർക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. അതിന്റെ കാരണം ഞാൻ പറയാം. ഈ മധുരം കൂടിയാൽ പല പ്രശ്നവും കുട്ടികൾക്കുണ്ടാകും. കാരണം കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് കാരണം കുട്ടികൾ വീണ്ടും അത് ആസ്വദിക്കും. അപ്പം മാതാപിതാക്കൾ വിചാരിക്കും കുട്ടിക്ക് അത് ഇഷ്ടമാണ്, മധുരം ഉള്ളത് കൊണ്ടാണ് കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മാതാപിതാക്കൾ കൂടുതൽ വാങ്ങിക്കും, കൂടുതൽ ഇത് വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണിത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയോ? കുട്ടികൾക്ക് ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, അതുപോലെ ഇവരുടെ വളർച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവാം, മെറ്റബോളിക് സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങൾ ഉടനെ ഉണ്ടാവും. ഒരു 10 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഉണ്ടായി തുടങ്ങും. അപ്പോൾ കാണാത്തത് കൊണ്ട്, അപ്പോൾ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുക അത് സേഫാണ്. പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഓരോരോ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. കുട്ടികൾക്കും 10 വയസ്സിൻ്റെ ഉള്ള കുട്ടികൾക്കെല്ലാം ഇപ്പോൾ പൊണ്ണത്തടിയാണ്. വയറിന് ചുറ്റുമുള്ള വണ്ണം വളരെയധികം കൂടുതലാണ്. അവർക്ക് ഫാറ്റി ലിവർ വളരെയധികം കൂടുതലാണ്. ഇവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ കൂടുതലാണ്. ഈ ബ്രിട്ടീഷ് മീഡിയയൊക്കെ ഇതിനെ വിളിച്ചത് ഗ്രേറ്റ് ബേബി ഫുഡ് സ്കാം എന്നാണ്. എന്നിട്ട് പോലും ഇത് നമ്മുടെ ചാനലുകളിലൊന്നും ഇത് ചർച്ച ചെയ്യുന്നില്ല. മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നെസ്ലയുടെ പരസ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വരാറുണ്ട്. അവരുടെ ഒരു മെയിൻ വരുമാനം തന്നെയാണ്. അതുപോലെ പല പീഡിയാട്രിക് കോൺഫറൻസുകളും എല്ലാം ഈവന്റുകളൊക്കെ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് പീഡിയാട്രിഷ്യൻസ് ഇതിനെക്കുറിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആശുപത്രികളിലെ ബ്രോഷറുകളിലും എല്ലാം ഇവരുടെ പരസ്യം ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പറയാനൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പറയാൻ ഒരു തടസ്സമാണ്. അപ്പൊ ഇത് തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങളിത് വളരെ കാര്യമായിട്ട് തന്നെ എടുക്കണം. കാരണം ബേബി ഫ്രൂട്ട്സിൻ്റെ അകത്ത് ധാരാളം ഹിഡൻ ഷുഗർ ആണ് ആഡ് ചെയ്ത് വിടുന്നത്. സിറപ്പുകൾ, ഫ്രൂട്ട് കോൺസെൻട്രേറ്റ്, അതുപോലെ നമ്മൾ കേൾക്കുമ്പോൾ ഷുഗർ ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഞാനത് എങ്ങനെ കണ്ടെത്താന്നുള്ളത് വളരെ വേഗത്തിൽ പറഞ്ഞുതരാം. ഹിഡൻ ഷുഗർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ ബോട്ടിൽ എടുത്തതിന് ശേഷം തിരിക്കുക, എന്നിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് പല OSC എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഫ്രക്ടോസ് ആവാം, ഗ്ലൂക്കോസ് ആവാം, സൂക്രോസ് ആവാം, ഡെക്സ്ട്രോസ് ആവാം, മാൾട്ടോസ് ആവാം. അങ്ങനെ OSC അവസാനിക്കുന്ന ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ഹിഡൻ ഷുഗർ തന്നെയാണ്. ചില സിറപ്പുകൾ ആഡ് ചെയ്യും. കോൺ സിറപ്പ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, മേപ്പിൾ സിറപ്പ്, റൈസ് സിറപ്പ്, ബാർലി മാൾട്ട് സിറപ്പ് എന്നൊക്കെ പറഞ്ഞ് പേരുകളുണ്ടാവും. അതും പഞ്ചസാര തന്നെയാണ്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഫ്രൂട്ട് ജ്യൂസ് കോൺസെൻട്രേറ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും. അതായത് ആപ്പിളോ പിയറിന്റെയോ കോൺസെൻട്രേറ്റോ അല്ലെങ്കിൽ കെയിൻ ജ്യൂസിന്റെയോ ഒക്കെ ഷുഗർ കോൺസെൻട്രേറ്റ് ആയിരിക്കും. അതും പഞ്ചസാര തന്നെയാണ്. ചിലതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ബ്രൗൺ ഷുഗർ എഴുതിയിട്ടുണ്ടാവും, നെക്ടർ സിറപ്പ്, ഹണി എന്നുള്ള എഴുതിയിട്ടുണ്ടാവും. ഒരു കാരണവശാലും 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഹണി കൊടുക്കരുത്. ഹണി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബോട്ടിലിസം പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖം ചില കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും തേൻ കൊടുക്കരുത്. ഞാൻ സ്ഥിരമായിട്ട് ഇത് പണ്ടത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്കും അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും തേൻ കൊടുക്കരുത്, അത് ഓർത്തു വയ്ക്കാം. പിന്നെ വേറൊരു സാധനം കൂടെ അവർ ആഡ് ചെയ്യാറുണ്ട്, മാൾട്ടോഡെക്സ്ട്രിൻ. ഞാൻ പഞ്ചസാരയും കാട്ട് അപകടകാരിയായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അത് മാൾട്ടോഡെക്സ്ട്രിനെ കുറിച്ചാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഷുഗർ എഴുതി വെക്കാതെ അവർ ഇത്തരത്തിലുള്ള വാക്കുകളാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഇൻഗ്രീഡിയൻസ് നോക്കുക. ആഡഡ് ഷുഗർ എന്ന് പറയുമ്പോൾ അവിടെ കാണും. പിന്നെ ടോട്ടൽ കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള ലിസ്റ്റ് നോക്കുക. അവിടെ നോക്കിയതിനു ശേഷം തൊട്ട് താഴെ ഷുഗർ എഴുതിയിട്ടുണ്ടാവും. അത് 0 ആണെങ്കിൽ ബെസ്റ്റ് ബേബി ഫുഡ് ആണെന്ന് പറയാം. അല്ലാതിരുന്നാൽ അതിനർത്ഥം പഞ്ചസാര അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. കാരണം ബേബിക്ക് നമുക്ക് ഫ്രഷ് ഫ്രൂട്ടിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഷുഗർ കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വളരുന്ന സമയത്ത് ഇങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കി ഷുഗർ കൊടുക്കുന്ന ഒട്ടും നല്ലതല്ല. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പല മാതാപിതാക്കളും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. കാരണം നമുക്ക് പൊട്ടറ്റോ കഴിക്കുന്ന സമയത്തും ബനാന കഴിക്കുന്ന സമയത്തും എല്ലാം അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്.
ഇപ്പൊ നെസ്ലയുടെ ഒരു പ്രധാന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? അത് എപ്പോൾ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അതാണ് മാർക്കറ്റിലുള്ളത്. കാരണം ഇവർ കോമ്പറ്റീറ്റർ ഒന്നും ഇല്ല, ഇവർ തന്നെയാണ് ഇവരുടെ കോമ്പറ്റീറ്റർ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നാൻ ആണെങ്കിലും സിർലാക്ക് ആണെങ്കിലും എല്ലാം നെസ്ലയുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നെസ്ലയുടെ ഒരു പ്രധാന പ്രൊഡക്റ്റ് ആണ് നാൻ പ്രോ അല്ലെങ്കിൽ നാൻ സുപ്രീം പ്രോ എന്ന് പറഞ്ഞൊരു സാധനം. ഇത് ഇൻഫന്റ്, അതായത് 1 വയസ്സിന്റെ താഴെ ഉള്ളവർക്ക് ഉപയോഗിക്കാം, അതിന് മുകളിലോട്ടുള്ളവർക്ക് ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത്. ഇതിന് ഇൻഫന്റ് ഫോർമുല ഉണ്ട്. ഇൻഫന്റ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്. സ്റ്റേജ് 1 ജനനം മുതൽ 6 മാസം വരെ ഉപയോഗിക്കാനായിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ 6 മുതൽ 12 മാസം വരെയും. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ 1 വയസ്സിന് ശേഷമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് മുലപ്പാലാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കൊടുക്കാവൂ. 6 മാസം വരെ ഒരു കാരണവശാലും കുട്ടികൾക്ക് മുലപ്പാലല്ലാതെ വേറൊന്നും കൊടുക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പല ഡോക്ടേഴ്സും സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്. WHO നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. ആ 6 മാസം വരെ, ആദ്യത്തെ 6 മാസം വരെ അമ്മയ്ക്ക് പാലില്ല, വളരെ ഒരു അത്യാവശ്യ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ ഈ 6 മാസത്തിന്റെ താഴെയുള്ള സ്റ്റേജ് 1 നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ലാക്ടോജൻ എന്ന് പറഞ്ഞാൽ. ലാക്ടോജനും സെർലാക്കിന് തന്നെയാണ്. ലാക്ടോജനും പലതരത്തിലുള്ള ടൈപ്പ് ഉണ്ട്. ജനനം മുതൽ 6 മാസം വരെ കൊടുക്കേണ്ടതുണ്ട്, 6 മുതൽ 12 മാസം വരെ കൊടുക്കാനുള്ളതുണ്ട്. പിന്നെ ഉള്ളത് സിർലാക്ക് എന്നുള്ളതാണ്. അതും നെസ്ലയുടെ തന്നെയാണ്. ശരിക്കും സിർലാക്ക് 6 മാസത്തിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. അവരത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും നമ്മുടെ പല ആളുകളും അത് കൊടുക്കുന്നുണ്ട്. തെറ്റാണ്. പല ഫ്ലേവറുകളിലും പഞ്ചസാരയും അതുപോലെ മധുര കൂട്ടുകളും എല്ലാം ചേർത്തിട്ട് തന്നെയാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. നിഡോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് 1 വയസ്സിന് ശേഷമാണ് സാധാരണ ഇതിലുള്ളത്. ഈ 1 വയസ്സിന്റെ താഴോട്ടുള്ള അല്ലെങ്കിൽ 6 മാസത്തിന്റെ താഴോട്ടുള്ള ഫോർമുല അവർക്കില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ബോട്ടിലിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് മുലപ്പാൽ തന്നെയാണ് കൊടുക്കേണ്ടത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ. പക്ഷെ നമ്മളൊരു കൺവീനിയന്റിന് വേണ്ടിയും നമുക്ക് വളരെയധികം എളുപ്പമായതുകൊണ്ട് നമ്മൾ എല്ലാ കുട്ടികൾക്കും അത് കൊടുക്കും. 6 മാസം കഴിഞ്ഞ ശേഷവും ഇത് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തും. കാരണം സാധാരണ ആഹാരം കൊടുത്താൽ മതിയാവും. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ദഹിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും 6 മാസം കഴിയുമ്പോൾ കുട്ടിക്ക് കൊടുത്തു തുടങ്ങും. അതിന് പകരം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് സേഫ് ഓപ്ഷന് മുലപ്പാൽ കുറവാണെന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് കൊടുക്കും. അപ്പൊ ഇതിന് പല തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സിർലാക്ക് പോലുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും 6 മാസം താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. അതുപോലെ തന്നെ ഹണി ചേർത്തിട്ടുള്ള, തേന് ചേർത്തിട്ടുള്ള ബേബി ഫുഡുകളും 1 വയസ്സിന്റെ താഴെ ഒഴിവാക്കണം. ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖം ഉണ്ടാവും. അതുപോലെ പാല് നമ്മൾ 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ദഹിക്കാനുള്ള പ്രയാസം ഉണ്ടാവും. അടുത്തായിട്ട് നോക്കേണ്ടത് അമിതമായ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗറിന്റെ അളവ് വളരെയധികം കൂടുതലാണെങ്കിലും ഇത്തരത്തിലുള്ള ബേബി ഫുഡ്സ് കുട്ടികൾക്ക് കൊടുക്കരുത്. ഇനി അഥവാ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ വ്യക്തമായി പറഞ്ഞുതരാം. ആദ്യമായിട്ട് കൈകളും പാത്രങ്ങളും പ്രോപ്പറായിട്ട് വൃത്തിയാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ വെള്ളം തിളപ്പിച്ച് ഒരു 40 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം പിന്നെ തണുപ്പിക്കുക. ഇനി കൃത്യമായ അളവ് പാലിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധികമായിട്ടുള്ള പൗഡർ ചേർക്കരുത്. അവർ പറഞ്ഞിരിക്കുന്നത് പോലെ മാത്രമേ എടുക്കാവൂ. തയ്യാറാക്കുന്ന പാൽ ഒരിക്കലും നമ്മൾ സൂക്ഷിച്ചു വെക്കരുത്. ഉടനെ തന്നെ കുട്ടിക്ക് കൊടുക്കണം. 1 വയസ്സിന് ശേഷമാണെങ്കിൽ നമ്മൾ ഫോർമുല ആവശ്യമില്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണയുള്ള ബാലൻസ്ഡ് ഫുഡാണ് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കൊടുത്തു തുടങ്ങുക, കുട്ടിയെ ശീലിപ്പിക്കുക. 1 വയസ്സിന് ശേഷം വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം പേരൻസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ സംസാരിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ സുരക്ഷയും എല്ലാവരും നോക്കും. ഇന്ത്യയിലാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഇതാണ് വലിയൊരു പ്രശ്നം. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. നമ്മുടെ കുഞ്ഞിന്റെ ഒരു സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അല്ലാതെ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ വീണ് അല്ലെങ്കിൽ അവരുടെ ആഡ് കണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. ഉടനെ പ്രശ്നം ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ ഇത് കാര്യമാക്കാറില്ല. പക്ഷെ ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ട് വളരെ ഉപയോഗിക്കണം. അമ്മയ്ക്ക് മുലപ്പാൽ വളരെയധികം കുറവാണ്. കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. 6 മാസത്തിന് ശേഷം കുട്ടികൾക്ക് എന്താണ് ആഹാരം കൊടുക്കേണ്ടത്, അതിനുശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം പല ആളുകളും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.